നമസ്കാരം. എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു. ഞാൻ അത്ര ഹാപ്പി ഹെൽത്തി ഒന്നും അല്ല. രാവിലെ എഴുന്നേറ്റ പോലെ കണ്ണ് ഭയങ്കര പണി തന്നിട്ടിരിക്കും. എനിക്ക് ഡ്രൈ ഐസ് ആടോ. എന്താ ഡ്രൈ ഐസ്? അതായത് കൺപോള മര്യാദയ്ക്ക് അടയ്ക്കാത്തവർക്കും ഒരുപാട് കണ്ണ് വലുതായിട്ടുള്ളവർക്കും വരുന്നൊരു കണ്ടീഷനാണ് ഡ്രൈനെസ് ഓഫ് ഐസ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സും അതുപോലെ എൻ്റെ റിലേറ്റീവ്സും എന്നെ അറിയാവുന്നവർക്കൊക്കെ അവർ പറയാറുണ്ട്, അയ്യോ ചത്താലും ഇവളുടെ കണ്ണടയത്തില്ലെന്ന്. ശരിയാ, കണ്ണടയത്തില്ല. നോക്ക്, ഇത്രേ എൻ്റെ കണ്ണടയുള്ളൂ. അപ്പം നമ്മുടെ കണ്ണിന് ഹൈഡ്രേഷൻ തരാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണിൻ്റെ പുറകെ, അതായത് ഈ ഐലിഡിൻ്റെ പുറകിൽ ഒരു ടിയർ ഫിലിം ഉണ്ട്. അത് ഓരോ പ്രാവശ്യം നമ്മൾ കണ്ണടയ്ക്കുമ്പോഴും നമ്മുടെ ഐബോൾസിന് ഹൈഡ്രേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് രാവിലെ കുഴപ്പമില്ല, ഓക്കെ. രാത്രിയിൽ നമ്മളൊരു 6 തൊട്ട് 8 മണിക്കൂർ വരെ ഉറങ്ങുന്ന സമയത്ത് ഇതുപോലെ കണ്ണ് തുറന്നിരിക്കും. എന്നിട്ട് ഉള്ള ഹൈഡ്രേഷൻ പോവുകയും ചെയ്യും, പ്രോപ്പറായിട്ട് ഹൈഡ്രേഷൻ കിട്ടുകയും ചെയ്യില്ല. അപ്പം ഡ്രൈനെസ് നമ്മുടെ കണ്ണിന് ഓവറാകും. എനിക്കൊക്കെ സമ്മർ സീസണിലായിരിക്കും ഇത് കൂടുതലായിട്ട് വരുന്നത്. അപ്പം ഇതിന് പെർമനന്റ് ക്യൂർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർജറി ചെയ്യാം. ഇല്ല, എനിക്ക് പെർമനന്റ് അതെനിക്ക് വേണ്ട, എനിക്ക് പേടിയാ, സർജറി എനിക്ക് പേടിയാ. ടെമ്പററി ഉണ്ട്, അതായത് നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതിന് ആയുർവേദത്തിൽ ഉള്ളൊരു ട്രീറ്റ്മെന്റ് ആണ് സേകം എന്ന് പറയാം. അതായത് തെറാപ്യൂട്ടിക്കലി നമ്മുടെ കണ്ണിനെ കഴുകുക, അതായത് കഷായങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകുക. അയ്യോ ഡോക്ടറെ, എൻ്റെ അടുത്ത് ആയുർവേദ ക്ലിനിക്കൊന്നുമില്ല, പിന്നെ ഞാൻ ഹോസ്റ്റലറാ. നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാം. നമുക്കുള്ള റിക്വയർമെന്റ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പറഞ്ഞു തരട്ടെ. അതായത് നമുക്ക് തിളപ്പിച്ചാറിയ പാലും അതിൻ്റെ കൂട്ടത്തിൽ ഈ അരിക്കപ്പ് മാത്രം മതി. ഇത് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്നൊരു ഐറ്റമാണ്. വളരെ കോസ്റ്റ് ഫ്രണ്ട്ലി ആണ്. ഇത് വാങ്ങുക. പിന്നെ കുറച്ച് തിളപ്പിച്ചാറിയ പാലും മാത്രം മതി. രാവിലെയും വൈകിട്ടും നമ്മൾ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകിയതിന് ശേഷം ഇത് മൊത്തം പാലെടുത്തിട്ട് നമ്മൾ കണ്ണിങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് ക്ലോസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അതുപോലെ റൗണ്ട് സർക്കുലർ മോഷനിൽ കറക്കുക. 5 പ്രാവശ്യം ചെയ്യുക. അടുത്ത കണ്ണിലും അതേപോലെ ചെയ്യുക. അങ്ങനെ 3 സെറ്റ് വെച്ചിട്ട് 2 കണ്ണിലും ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റെറൈലായിരിക്കണം ഈ സാധനം. അതേപോലെ തിളപ്പിച്ചാറിയ പാലായിരിക്കണം. പിന്നെ ഒരു കണ്ണിൽ ഉപയോഗിച്ച പാലെടുത്ത് മറ്റേ കണ്ണിൽ ഉപയോഗിക്കാൻ പാടില്ല. ഈ 3 ശ്രദ്ധിച്ചാൽ മതി. ഡോക്ടറെ, ഇത് ഡ്രൈനസ് ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ? അല്ലടോ, നമ്മൾ എല്ലാവർക്കും ചെയ്യാം. അതായത് നമ്മുടെ കണ്ണില് പൊടിപടലങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ വെള്ളം, അതായത് തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ട് ഈ കപ്പിനകത്ത് നിറച്ച് നമ്മുടെ കണ്ണിൽ ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ കണ്ണിൽ നിന്ന് ഒഴിവായിട്ട് കണ്ണ് നല്ല ഹൈഡ്രേറ്റഡും അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കും. അപ്പം ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഞാനിത് ട്രൈ ചെയ്ത് എനിക്ക് റിസൾട്ട് ഉണ്ടായിട്ട് ഞാൻ ഇട്ട വീഡിയോ ആണ്. എന്നെപ്പോലെ പലരും ഇത് സഫർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വേറൊരാൾക്ക് ഇത് ഹെൽപ്ഫുൾ ആകുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലത്തെ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ എന്നോട് പറയുക. ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാനിന്ന് പോയി ചെയ്തിട്ട് വരട്ടെ. അപ്പം ശരി, കാണാം. ബൈ.